CPM കേന്ദ്ര കമ്മിറ്റി അംഗമായ പാർട്ടിയുടെ വക്താവ് കൂടിയായ ശ്രീ AK ബാലൻ പറഞ്ഞിരിക്കുന്നത് രാജ്യത്ത് ഈ തെരഞ്ഞെടുപ്പോടുകൂടി കോൺഗ്രസിന്റെ മയ്യത്തെടുക്കുന്ന, അതായത് കോൺഗ്രസ് പരാജയപ്പെടും, പിന്നെ ആര് ജയിക്കുമെന്നാണ് ബാലൻ പറയുന്നത്. 10-18 സീറ്റിൽ മാത്രം ഗൗരവമായി മത്സരിക്കുന്ന CPM അല്ലല്ലോ ജയിക്കാൻ പോകുന്നത്. കോൺഗ്രസിന്റെ മയ്യത്തെടുക്കുമെന്ന് പറഞ്ഞാൽ BJP ജയിക്കും എന്നാണ് CPMന്റെ നേതാവ് പറയുന്നത്. അപ്പൊ CPM നേതാക്കന്മാരെല്ലാം പരസ്യമായി BJPക്ക് കേരളത്തിൽ മാത്രമല്ല നമ്മുടെ രാജ്യത്ത് മുഴുവൻ സ്പേസ് ഉണ്ടാക്കി കൊടുക്കാനുള്ള തിരക്കിലാണ്. കാരണം EP ജയരാജൻ പറഞ്ഞത് BJP ഒരുപാട് സ്ഥലത്ത് 2ാം സ്ഥാനത്ത് വരും, BJPയുടെ മിടുക്കരായ സ്ഥാനാർത്ഥികളുണ്ടെന്നാണ്. ഇപ്പോ രാജ്യത്ത് തന്നെ കോൺഗ്രസിന്റെ മയ്യത്തെടുക്കാൻ പോവുകയാണ് ഈ തെരഞ്ഞെടുപ്പോടുകൂടി എന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം പറയാണ്. അതായത് BJP അധികാരത്തിൽ വരുമെന്ന്. അപ്പൊ BJPയെ ഭയന്നാണ് കേരളത്തിലെ CPM നിൽക്കുന്നത്. BJPയെ പേടിയാണ് അവർക്ക്. അതുകൊണ്ടുള്ള രാഷ്ട്രീയ നിലപാടുകളാണ് നിരന്തരമായി എടുക്കുന്നത്. അന്വേഷണത്തെ ഭയമാണ്, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. ഈ അനിശ്ചിതത്വത്തിൽ BJPയെ ഭയന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ അനുയായികളെ കൊണ്ട് BJP അനുകൂല പ്രസ്താവനകൾ, BJPയെ സന്തോഷിപ്പിക്കുന്ന പ്രസ്താവനകൾ പുറപ്പെടുവിക്കുന്നത്. വേറൊരു കാര്യം കൂടി ശ്രീ AK ബാലൻ പറഞ്ഞു. CPM മത്സരിക്കുന്നത് അംഗത്വം ശരിയായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്, അതായത് അവരുടെ അംഗീകാരം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത്ര ശതമാനം വോട്ടുകൾ കിട്ടി കുറച്ചാളുകൾ ജയിച്ചാൽ മാത്രമേ അംഗത്വം ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ അരിവാൾ ചുറ്റിയ നക്ഷത്രം വരിയിൽ ഉപേക്ഷിച്ച് ഈനാമ്പേച്ചിയുടെയും നീരാളിയുടെയും മരപ്പട്ടിയുടെയൊക്കെ ചിഹ്നത്തിൽ മത്സരിക്കേണ്ടി വരുമെന്നാണ് ഒരു CPM കേന്ദ്ര കമ്മിറ്റി അംഗം പറയുന്നത്. അവർ CPM വംശനാശം നേരിടുകയാണ്. യഥാർത്ഥത്തിൽ ത്രിപുരയിലും ബംഗാളിലും ഒന്നും ഇല്ല, കേരളത്തിൽ മാത്രമാണ് ഈ പാർട്ടി അവശേഷിച്ചിട്ടുള്ളത്. അപ്പൊ അവര് മത്സരിക്കുന്നത് യഥാർത്ഥത്തിൽ അവരുടെ അംഗീകാരം നഷ്ടപ്പെടാതിരിക്കാനും ചിഹ്നം നഷ്ടപ്പെടാതിരിക്കാനും കൊടി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ മത്സരിക്കുന്നത് വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ താഴെ ഇറക്കി അധികാരത്തിലേറാനാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. ഇത് എങ്ങനെയെങ്കിലും 1% വോട്ട് സംഘടിപ്പിച്ച് സ്വന്തം പാർട്ടിയുടെ ചിഹ്നം നഷ്ടപ്പെടാതിരിക്കാൻ, ഇല്ലെങ്കിൽ ഈനാമ്പെച്ചി ചിഹ്നത്തിൽ മത്സരിക്കേണ്ടി വരും, അല്ലെങ്കിൽ മരപ്പട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിക്കേണ്ടി വരും എന്ന് സ്വന്തം അണികളെ ബോധ്യപ്പെടുത്തേണ്ട ഗതികേടിലേക്ക് കേരളത്തിലെ CPM നേതാക്കൾ അധപ്പതിച്ചിരിക്കുക. അത് മനസ്സിലാക്കണം. അപ്പൊ ഇവര് മത്സരിക്കുന്നത് BJPയെ തോൽപ്പിക്കാനല്ല. ഇപ്പോ തെരഞ്ഞെടുപ്പ് തുടങ്ങിയതിന് ശേഷം ഒരു സുപ്രീം കോടതിയിൽ കൊണ്ടുപോയി ഒരു പരാതി കൊടുത്തിരിക്കുന്നു ഗവർണർക്കും പ്രസിഡന്റിനുമെതിരെ. ഞാൻ അതിന്റെ മെറിറ്റിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷെ ഇത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ്. ഇത്ര നാൾ എവിടെയായിരുന്നു? അതെല്ലാം പെൻഡിംഗ് ആയിട്ട് എത്രയോ മാസങ്ങളായി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങൾ കേന്ദ്രവുമായി ഞങ്ങൾ സമരത്തിലാണ് എന്ന് കാണിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നേരത്തെ ഇതുപോലെ ഒരു കേസ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു കേന്ദ്രം 57,600 കോടി രൂപ ഇവിടെ തരാനുണ്ടെന്ന് പറഞ്ഞു. അതൊന്നും കൊടുത്ത കേസിലുണ്ടായിരുന്നില്ല. കൊടുത്ത കേസിൽ പറഞ്ഞിരുന്നത് കടമെടുക്കാൻ ഇനി അനുവദിക്കണമെന്ന് മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം കേന്ദ്രത്തിൽ കൊടുത്തിരിക്കുന്ന ഈ കേസും വെറും തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടും ഗിമ്മിക്കും മാത്രമാണ്. അല്ലാതെ അതിന്റെ അകത്തൊരു യാഥാർത്ഥ്യ ബോധം ഗവൺമെന്റിനില്ല. ഞങ്ങൾ വീണ്ടും ചോദിക്കുകയാണ്, കർണാടകയിൽ NDAയുടെ ഘടകകക്ഷിയായ ജനതാദൾ എസ് എന്തുകൊണ്ട് പിണറായി മന്ത്രിസഭയിൽ ഇപ്പോഴും തുടരുന്നു? BJPയെ ഭയമാണ്. BJP കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശമനുസരിച്ചിട്ടാണ് മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ പാർട്ടിയെയും അദ്ദേഹത്തെയും മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കാത്തത്. കാരണം അവിടെ തൊട്ടടുത്ത സംസ്ഥാനത്തിൽ NDAയുടെ ഘടകകക്ഷിയായ പാർട്ടി ഇവിടെ CPMന്റെ കൂടെ മന്ത്രിസഭയിലിരിക്കുകയാണ്. കൃഷ്ണൻകുട്ടി കർണാടകത്തിൽ പ്രചരണത്തിന് പോയാൽ BJP സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണം നടത്തേണ്ടി വരും. മാത്യു T. തോമസ് കർണാടകത്തിൽ പോയാൽ അവർക്ക് വേണ്ടി പ്രചരണം നടത്തേണ്ടി വരും. ഇത്രയും ഒരു ഗതികേടിലാണ് CPM എത്തി നിൽക്കുന്നത് എന്ന് വ്യക്തമാണ്. CPM നേതാക്കൾ BJP നേതാക്കളുമായി ബിസിനസ് പാർട്ണർഷിപ്പ് തുടങ്ങുന്നു, അവരുമായിട്ടുള്ള രഹസ്യ ചർച്ചകൾ നടത്തുന്നു. അവര് ജയിച്ചു വരും, അവർ കയറി വരും, അവർക്കിവിടെ വലിയ സ്പേസ് ഉണ്ട് എന്ന് പ്രസംഗിക്കുന്നു. ഇതെല്ലാം ചെയ്യിക്കുന്നത് മുഖ്യമന്ത്രി തന്നെയാണ്. കാരണം മുഖ്യമന്ത്രി BJP പേടിയിലാണ് ഈ സംസ്ഥാനം ഭരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഓരോ നിലപാടുകളും കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം. ഈ പൌരത്വ നിയമത്തെക്കുറിച്ച് ഇപ്പോ പരിപാടികൾ നടത്തിയാണ്. പൌരത്വ നിയമത്തെ സംബന്ധിച്ച് 5 കൊല്ലമായി കേസുകൾ പിൻവലിക്കാതിരുന്ന ആളാണ് പിണറായി വിജയൻ. BJPയെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേസുകൾ വാക്കുകൊടുത്തിട്ട് പിൻവലിക്കാതിരുന്നത്. എന്നിട്ടിപ്പോൾ പൌരത്വ നിയമത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. കോൺഗ്രസിന്റെ സത്യസന്ധത ചോദ്യം ചെയ്യുകയാണ്. എല്ലാ കാലത്തും കോൺഗ്രസാണ് അതിനെ എതിർത്തിട്ടുള്ളത്, പൌരത്വ നിയമത്തെ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഞങ്ങൾ കൃത്യമായ ഉത്തരം കൊടുത്തു.
ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മുഖ്യമന്ത്രി ഉത്തരം പറയുന്നില്ല. മാസപ്പടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഉത്തരം പറയുന്നില്ല. അഴിമതിയെ സംബന്ധിച്ച കാര്യങ്ങൾക്ക് ഉത്തരം പറയുന്നില്ല. ഒരാളും ഉത്തരം പറയുന്നില്ല. അപകടകരമായ നിലയിലേക്കാണ് ഇത് പോകുന്നത്. ഈ BJP CPM ഈ അവിഹിതമായ ബാന്ധവം അവർ ഒരുമിച്ച് നിന്നാലും ഒരു സീറ്റിൽ പോലും കേരളത്തിൽ BJPയുടെ അക്കൗണ്ട് തുറക്കാൻ ഞങ്ങൾ സമ്മതിക്കുന്ന പ്രശ്നമേ ഇല്ല. അത് ഉറപ്പിച്ചു പറയാം. ഒരു തീരുമാനം ഉണ്ടായില്ല. ആ തീരുമാനത്തിൽ നേരത്തെ കേന്ദ്രവും കേരളവും തമ്മിൽ സെറ്റിൽ ചെയ്യേണ്ട 13,700 കോടി രൂപ കിട്ടിയെന്ന് മാത്രമല്ല, അത് കോടതി പോയില്ലെങ്കിലും കിട്ടും. ഇവിടെ എന്താണ് ജനങ്ങളോട് പറഞ്ഞത്? 57,600 കോടി രൂപ കേന്ദ്രം തരാനുണ്ട്, പിടിച്ചു വെച്ചിരിക്കുന്നു. ഞങ്ങൾ പറഞ്ഞു അത് തെറ്റാണ്, അത്രയും പണം ഇല്ല, അത് തെറ്റാണ് എന്ന് പറഞ്ഞു. ഒരു തരത്തിലും അവിടെ ചെന്ന് ചോദിച്ചാൽ കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണമെന്നാണ്. അതിന് സുപ്രീം കോടതി തീരുമാനമെടുത്തിട്ടില്ല ഇതുവരെ. കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കുക എന്ന് വെച്ചാൽ കേരളം ഏറ്റവും കൂടുതൽ കടമുള്ള ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ മുൻപന്തിയിലാണ്. വീണ്ടും കടമെടുപ്പിന്റെ പരിധി ഉയർത്തണമെന്നാണ് പറയുന്നത്. അതാണ് ഇപ്പൊ കോടതി പോയിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ്. എത്ര നാളായിട്ട് ബില്ലുകൾ പെൻഡിങ്ങിലാണ്? ഞങ്ങളതിനെ എതിർത്ത ബില്ലുകളാണ്. അല്ലല്ല, അത് ഇപ്പോഴാണ് പോകുന്നത്. എത്ര മാസമായിട്ട് അത് പെൻഡിങ് ഇരിക്കുന്നത്? നിയമസഭ പാസാക്കിയ ബില്ല് വെച്ച് താമസിപ്പിക്കാതെ തീരുമാനമെടുക്കണം. ഞങ്ങൾ ആ ബില്ലിന് അനുമതി കൊടുക്കരുതെന്ന് ആവശ്യപ്പെട്ട ആളുകളാണ്. കാരണം കേരളത്തിലെ സർവകലാശാലകളുടെ ഓട്ടോണമസ് സ്വാതന്ത്ര്യത്തെ മുഴുവൻ തകർക്കുന്ന ഒരിതാണ്. സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റുകളാക്കി സർവകലാശാലകളെ മാറ്റുന്ന നിയമമാണ്. സഹകരണ നിയമത്തിലും ഞങ്ങളുടെ ഒരുപാട് അഭിപ്രായങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാണോ പോകുന്നത് കോടതി? ഇപ്പൊ പോകുന്നത് ഞങ്ങൾ കേന്ദ്രവുമായി സമരത്തിലാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണ്. ഇതിനു മുമ്പ് എന്തുകൊണ്ട് പോയില്ല? വെറുതെയാണ്. അല്ല, വളരെ വ്യക്തമാണ്. കേരളത്തിൽ മുഴുവൻ വ്യക്തമാണ്. ഞങ്ങൾ തുടങ്ങി വെച്ചാണോ ഇത്? LDFന്റെ കേരളത്തിലെ കൺവീനർ എന്ന് പറയുന്നു. ആദ്യം പറയുന്നു BJP ഒരുപാട് സ്ഥലങ്ങളിൽ 2ാം സ്ഥാനത്ത് വരും. BJPക്ക് ഇല്ലാത്ത ഒരു സ്പേസ് കേരളത്തിൽ CPM ഉണ്ടാക്കുകയാണ്. എന്നിട്ട് നിർത്തിയില്ല. പിന്നെ പറയുന്നു 5 സ്ഥാനാർത്ഥികളുടെ പേരെടുത്ത് പറഞ്ഞിട്ട് പറയുന്നു മിടുമിടുക്കരായ സ്ഥാനാർത്ഥികളാണ് അവർ. പറഞ്ഞത് BJPയുടെ പ്രസിഡന്റ് അല്ല, LDFന്റെ കൺവീനർ, കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ഏതെങ്കിലും നേതാവ് തള്ളി പറഞ്ഞോ? ഇവിടുന്ന് ഒരു BJP മുൻ MLA, ഇപ്പോ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാള് BJP ചേർന്നപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച CPM ആണല്ലോ. എന്നിട്ടൊരു CPMന്റെ മുൻ MLA ഡൽഹിയിൽ പോയി യെച്ചൂരിയെ കാണാതെ, കാരാട്ടിനെ കാണാതെ, വൃന്ദാ കാരാട്ടിനെ കാണാതെ നേരെ പോയി കേരളത്തിന്റെ ചുമതലയുള്ള BJP നേതാവ് പ്രകാശ് ജാവദേക്കറെ സന്ദർശിച്ചിട്ട് അയാൾക്കെതിരെ നടപടിയെടുക്കാൻ ധൈര്യമില്ലാത്ത പാർട്ടിയല്ലേ കേരളത്തിലെ CPM? പണ്ടടി നടക്കുമോ? പണ്ടൊരു മുൻ MLA, ഒരു CPM നേതാവ് ഡൽഹിയിൽ പോയി പരസ്യമായി ഒരു BJP നേതാവിനെ കണ്ട് കൈ കൊടുത്തിട്ട് പോന്നിട്ട് അതൊരു സൗഹൃദ സന്ദർശനം മാത്രമായിരുന്നു എന്ന് പറയുന്ന ഭീരുക്കളുടെ നേതൃത്വമാണ് കേരളത്തിലെ CPMന്. BJPയെ ഭയമാണ്. ആ ഭീരുക്കളാണ് കേരളത്തിൽ ഭരിക്കുന്നത്. അവരവിടെ പോയിട്ട് മറ്റേ പ്രകാശ് ജാവദേക്കറുമായിട്ട് നിൽക്കുന്ന ഫോട്ടോ ഇട്ടിട്ട് പോലും അവരെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ, ആ MLAക്കെതിരായിട്ട്, മുൻ MLAക്കെതിരായിട്ട് ചെറുവിരൽ അനക്കാൻ വേണ്ടി ധൈര്യമില്ലാത്ത ഭീരുക്കളുടെ പാർട്ടിയല്ലേ CPM? ഞാൻ ചോദിക്കട്ടെ, ഈ ജനതാദളിന് 10 ദിവസത്തിനുള്ളിൽ ദേവഗൌഡയുടെ പാർട്ടിയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കും, ഇടതുമുന്നണിയിൽ നിന്ന് പുറത്താക്കുമെന്ന് പറയാനുള്ള തന്റെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണിക്കാത്തത്? BJPയെ പേടി. BJP വിളിച്ചു പറഞ്ഞിരിക്കുമോ കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്, അവരവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞിരിക്കുക. അഡ്ജസ്റ്റ്മെന്റാണ്, മുഴുവൻ അഡ്ജസ്റ്റ്മെന്റാണ്, ധാരണയാണ്. അത് ഞങ്ങൾ അവരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന പാർട്ടിയല്ലേ? അവര് വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്. നിങ്ങൾ നോക്കിക്കോ, 33 കൊല്ലക്കാലം ബംഗാൾ ഭരിച്ച അവരിപ്പോൾ 5ാം സ്ഥാനത്തും 6ാം സ്ഥാനത്തുമാണ്. ബംഗാളിൽ ഒരു മത്സരം നടന്നാൽ 5, 3, 4 ഒന്നുമല്ല, 4, 5 സ്ഥാനത്തേക്കാണ് പോകുന്നത്. ത്രിപുരയിൽ അവരുടെ പാർട്ടി മുഴുവൻ BJPയിലേക്ക് പോയി. ബംഗാളിൽ പോയി, ഒരു വലിയ തൃണമൂലിലേക്കും പോയി, BJPയിലേക്കും പോയി. എന്നിട്ട് അവരിവിടെ വന്നിട്ട് കോൺഗ്രസിന്റെ മയ്യത്തെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തി കഴിഞ്ഞാൽ പിന്നെ എന്താ പറയാണ്? ആ പാർട്ടി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിച്ചാൽ തടുക്കാൻ പറ്റില്ല. ഞങ്ങളുടെ ജോലി CPMനെ വളർത്തലാണ്? അല്ലല്ലോ. ഞങ്ങളുടെ ജോലി അതല്ലല്ലോ. CPM ഞങ്ങളുടെ പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിക്കുകയും കൊല്ലുകയും അവരെ ജയിലിലാക്കുകയും അവരെ ആശുപത്രിയിലാക്കുകയും ചെയ്യുന്ന ക്രൂരന്മാരുടെ ക്രിമിനലുകളുടെ പാർട്ടിയാണ്.
ഞങ്ങൾക്ക് കേരളത്തിൽ. മനസ്സിലായേ? അല്ലല്ല, അത് അവിടെയല്ലേ, അവിടെ 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 അവരെ അലയൻസിൽ നിന്നിട്ട് എന്താ കാര്യം? നിങ്ങൾ ആലോചിക്കുക, അവർ എത്ര സീറ്റിൽ മത്സരിക്കുന്നുണ്ട്? അവർ 15 സീറ്റിൽ കേരളത്തിലും 2 സീറ്റിൽ ഞങ്ങളുടെ മുന്നണിയിൽ തമിഴ്നാട്ടിലും ഒരെണ്ണം രാജസ്ഥാനിലും മത്സരിക്കുന്നുണ്ട്. വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സീരിയസ് ആയിട്ട് അവർ മത്സരിക്കുന്നുണ്ടോ ഇന്ത്യയിൽ എവിടെയെങ്കിലും? അല്ല, അതാ പറഞ്ഞത്, രാജസ്ഥാനിൽ നമ്മൾ കൊടുത്താണ്, ഞങ്ങളുടെ ഇത് കൊടുത്താണ്, ഞങ്ങൾ കൊടുത്താണ്, സീറ്റ് കൊടുത്താണ്. അവിടുത്തെ മുന്നണിയുടെ ഭാഗമായിട്ട്, ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നമ്മൾ കൊടുത്താണ്. ആകെ അത്ര സീറ്റിലാണ് മത്സരിക്കുന്നത്. എന്നിട്ടാണ് നരേന്ദ്രമോദിക്കെതിരായിട്ട്, ഫാസിസത്തിനെതിരായിട്ടെന്ന് പറയുന്നത്. ഇവിടെ എന്നിട്ട് നരേന്ദ്രമോദിക്ക് സ്പേസ് ഉണ്ടാക്കാൻ നോക്കുവാണ്. അതല്ലേ ഞങ്ങൾ എതിർക്കുന്നത്. ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിനൊന്നും ഉത്തരം പറഞ്ഞില്ലല്ലോ. മുഖ്യമന്ത്രി എന്തിനാണ് RSS നേതാക്കളുമായി CM-ന്റെ സാന്നിധ്യത്തിൽ മസ്കറ്റ് ഹോട്ടലിൽ ചർച്ച നടത്തിയത്? എന്നിട്ട് എന്തിനാണ് CM എന്ന് പറയുന്ന ആത്മീയ നേതാവിന് 4 ഏക്കർ ഭൂമി പതിച്ചു കൊടുത്തത്? ചോദ്യത്തിന് ഉത്തരം പറയണ്ടേ? ഒരു ചോദ്യത്തിന് ഉത്തരം പറയില്ല. എന്നിട്ട് പൌരത്വ നിയമത്തിൽ കോൺഗ്രസിന് സത്യസന്ധത ഇല്ലെന്ന് സംസാരിക്കുകയാണ്. BJPയുടെ B ടീമായിട്ട് പ്രവർത്തിക്കുകയാണ് കേരളത്തിൽ. അവര് തൃശ്ശൂരിലെ മുഴുവൻ CPM നേതാക്കന്മാരെ പേടിപ്പിച്ചു നിർത്തിയിരിക്കുകയാണ്. കേന്ദ്ര ഏജൻസികൾ ഭയന്ന് ഇരിക്കുകയാണ് അവരെല്ലാവരും. നിങ്ങൾ നോക്ക്, ഇതെല്ലാം സംസ്ഥാനത്തൂടെ, ഇത് ഞങ്ങൾ പറഞ്ഞാലല്ലോ, CPM നേതാക്കളെന്ന് പറഞ്ഞാലല്ലേ. അവര് തന്നെയല്ലേ പറഞ്ഞു, ഈനാമ്പേച്ചിയുടെ കാര്യം പറഞ്ഞത്, മരപ്പട്ടിയുടെ കാര്യം പറഞ്ഞത്. നീരാളി, കൊടിയുണ്ടാവില്ല, ചിഹ്നം ഉണ്ടാവില്ല, ആ സ്ഥിതിയിലേക്ക് CPM തകർന്നു. തകർച്ചയ്ക്ക് കാരണം ഞങ്ങളാണോ? സ്വയം കൃത അനർത്ഥമാണ്. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ CPM-ന്റെ കാലനായി മാറും പിണറായി വിജയൻ. അദ്ദേഹം തീവ്ര വലതുപക്ഷ വ്യതിയാനത്തിലേക്ക് പോയി. ഇടതുപക്ഷ പാർട്ടിയല്ല, ബൂർഷ്വാ പാർട്ടിയാണ്, വലതുപക്ഷ പാർട്ടിയാണ്. തീവ്ര വലതുപക്ഷ നിലപാടുകളാണ് എടുക്കേണ്ടത്. BJPയുടെ വേറൊരു ഫാസിസ്റ്റ് പതിപ്പാണ് അവര്. അവരുടെ ചിഹ്നം നിലനിർത്തുമ്പോൾ, അവരുടെ പാർട്ടിയുടെ അംഗീകാരം നിലനിർത്തുന്നത് കോൺഗ്രസിന്റെ ജോലിയല്ലല്ലോ. ഞാൻ സാന്റിയാഗോ മാർട്ടിൻ എന്നുള്ള വ്യക്തിക്കെതിരായിട്ടല്ലല്ലോ സമരം ചെയ്തത്. സാന്റിയാഗോ മാർട്ടിൻ ഇലക്ട്രൽ ബോണ്ടിന്റെ ഡീറ്റെയിൽസ് വരുന്നേ ഉള്ളൂ. സാന്റിയാഗോ മാർട്ടിനിൽ ഞങ്ങള് ഇതര സംസ്ഥാന ലോട്ടറി മാഫിയക്കെതിരായിട്ടാണ് സമരം ചെയ്തത്. ആ സമരം അന്തിമമായ ഫലത്തിലെത്തുകയും ചെയ്ത് ഇതര സംസ്ഥാന ലോട്ടറികൾ കേരളത്തിൽ നിരോധിച്ച് കേരളത്തെ രക്ഷപ്പെടുത്തി. ലോട്ടറിക്കാർ ആർക്കൊക്കെ കാശ് കൊടുത്തെന്നുള്ള ഇലക്ട്രൽ ബോണ്ടിന്റെ വിവരം വരട്ടെ, അപ്പോൾ വരും. അല്ല, ഇത് ഞാൻ മുൻകൂട്ടി പറഞ്ഞതാണ്. എല്ലാ അന്വേഷണവും മരവിപ്പിക്കപ്പെട്ടു. എല്ലാ അന്വേഷണവും. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങളെല്ലാം കൊച്ചിയിലെ മാധ്യമപ്രവർത്തകരല്ലേ? കേന്ദ്ര ഏജൻസികൾ നിങ്ങൾക്ക് ഓരോ ദിവസവും നൽകിയിരുന്ന റിപ്പോർട്ടുകൾ എന്താണ്? വൺ ഫൈൻ മോർണിംഗ്, ഒരു സുപ്രഭാതത്തിൽ അതെല്ലാം നിർത്തി. എല്ലാ കട്ടയും പടവും ഫയലും മടക്കി തിരിച്ചുപോയി അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ്. ഇപ്പൊ അതുപോലെ തന്നെ കരുവന്നൂർ ED അന്വേഷണം, മാസപ്പടിയിലുള്ള SFI അന്വേഷണം, എവിടെ? ഒരു അന്വേഷണം ഇല്ലല്ലോ, ഒരു നോട്ടീസ് പോലും കൊടുക്കുന്നില്ലല്ലോ. മറ്റത് എന്തായിരുന്നു ബഹളം? അപ്പോ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷന് ഓർഗനൈസറിന്റെ RSS നേതാവായ ബാലശങ്കർ പറഞ്ഞതുപോലെ CPM-മായി ഞങ്ങൾക്കൊരു ബന്ധമുണ്ടായിരുന്നു. ഞങ്ങൾ CPM-നെ സഹായിച്ചിട്ടുണ്ട്. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അവർ തമ്മിൽ ധാരണയാണ്, കോൺഗ്രസിനെ തോൽപ്പിക്കാനുള്ള ധാരണയാണ്. അതോടൊപ്പം അവർക്ക് BJPയെ ഭയവുമാണ്. ആ ഭയത്തിലാണ് BJP കേന്ദ്ര ഏജൻസികളും പിണറായി വിജയനെ, അദ്ദേഹത്തിന്റെ കുടുംബത്തെ, CPM-നെ നിർത്തിയിരിക്കുന്നത്. ആ അപകടത്തെ, ആ പേടിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അനുയായികളെ കൊണ്ട്. ഞാൻ ചോദിക്കട്ടെ, പിണറായി വിജയനെ പോലുള്ള ഒരു നേതാവ് ഇരിക്കുമ്പോൾ, മുഖ്യമന്ത്രിയും പോളിറ്റ് ബ്യൂറോ ആയിട്ട് ഇരിക്കുമ്പോൾ, അദ്ദേഹം അറിയാതെ EP ജയരാജനും AK ബാലനും ഒക്കെ വന്ന് ഈ BJP അനുകൂല പ്രസ്താവനകൾ നടത്തുമോ? അപ്പൊ കോൺഗ്രസ് വിരുദ്ധത പറഞ്ഞ് BJPയെ സന്തോഷിപ്പിക്കുകയാണ്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഈ കേസുകളുടെ പേടിയാണ്. SNC ലാവിൽ അടക്കമുള്ള കേസുകളുടെ പേടി. 22 പ്രാവശ്യം രജിസ്ട്രി മാറ്റിവെച്ചാണ്, 38 പ്രാവശ്യം കോടതി മാറ്റിവെച്ചാണ്. 6.5 കൊല്ലം ആ കേസ് തുടങ്ങിയിട്ട്. എവിടെ? ഏതെങ്കിലും കേസ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ചരിത്രത്തിൽ? ഇത്രയും പ്രധാനപ്പെട്ട ഒരു അഴിമതി കേസ് അവർ സഹായിക്കുകയാണ്, ചേർത്ത് നിർത്തുകയാണ്. അവര് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുകയാണ്. കുഴൽപ്പണ കേസ് എവിടെ പോയി? കുഴൽപ്പണ കേസ് BJP നേതാക്കന്മാരുടെ പേര് തെളിവുകൾ കിട്ടിയതാണ്. ഒരാളെ അറസ്റ്റ് ചെയ്തോ? ഒരാളെ പ്രതിയാക്കിയ കേസിൽ? പിന്നെ ആർക്ക് കൊണ്ടുവന്നാണ് പണം? ഈ പണം ആർക്ക് കൊണ്ടുവന്നാണ്? പ്രോസിക്യൂഷൻ കേസ് എന്താണ്? ആർക്ക് വേണ്ടി കൊണ്ടുവന്ന പണമെന്ന് വേണ്ടേ കേസ്? ഹവാല എന്ന് പറഞ്ഞാൽ കുഴൽപ്പണമായിട്ട് വരുമ്പോ അത് ഒരു സ്ഥലത്ത് നിന്ന് അത് ഒറിജിനേറ്റ് ചെയ്ത് അവിടെ നിന്ന് ആരംഭിച്ച് വേറൊരു ഡെസ്റ്റിനേഷനിൽ എത്തണ്ടേ? അതിനൊരു പ്രോസിക്യൂഷൻ കേസ് വേണ്ടേ? അല്ല, ഇവിടെ പാവങ്ങൾക്ക് വിതരണം നടത്താൻ വേണ്ടി കൊണ്ടുവന്ന കുഴൽപ്പണമാണോ? അങ്ങനെയാണോ പ്രോസിക്യൂഷൻ? കേരള പോലീസിന്റെ കേസ് ആണോ? ആർക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന പണമാണ്? ആരാണത് അതിന് ചരട് വലിച്ചത്? അതൊന്നുമില്ലല്ലോ. കുഴൽപ്പണ കേസ് എങ്ങനെയാണ് മൂടി വെച്ചത്?
എങ്ങനെ മൂടി? ആർക്കാണെന്ന് പറയുന്നുണ്ടോ കേസ്? ആർക്കാണെന്ന് പറഞ്ഞാൽ കേരളത്തിലെ BJP പ്രസിഡന്റ് കേസിലെ പ്രതിയാ, അകത്താണ്. പറഞ്ഞില്ല, സഹായിച്ചു പേടിച്ചിട്ട്. ഈ പിണറായി വിജയനാണ് സഹായിച്ചത്. ആ സുരേന്ദ്രൻ വന്നിട്ടാണ് ഇപ്പൊ പറയുന്നത് പാലക്കാട് ബൈ ഇലക്ഷൻ ഉണ്ടാവില്ല, BJP വടകര ജയിക്കുമെന്നല്ല, ഞങ്ങൾ അവരെ ജയിപ്പിക്കുമെന്നാണ് BJP. തൃശ്ശൂര് ജയിക്കില്ല പറയാണ്. സുരേന്ദ്രൻ നന്ദി പറയാണ് EP ജയരാജന്. ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ നല്ല, സുരേന്ദ്രൻ പോലും പറഞ്ഞിട്ടില്ല ഇതുവരെ, ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ മികച്ചവരാണ്, മിടുക്കന്മാരാണെന്ന് പറഞ്ഞതിന് നന്ദിയെന്ന്. എന്തൊരു ബന്ധമാണിത്? ഇത് ഞാൻ പറഞ്ഞ അന്തർധാരയെല്ലാം മാറി ബിസിനസ് പാർട്ണർഷിപ്പും സ്നേഹബന്ധവും ആത്മബന്ധമായി ഒരുമിച്ചായി. കോൺഗ്രസ് വിരുദ്ധതയാണ് ഇവരെ കൂട്ടിച്ചേർക്കുന്നത്. പിന്നെ ഈ സെൻട്രൽ ഏജൻസിയുടെ അന്വേഷണവും അതെന്താണെന്നറിയോ? ഒന്ന്, മുഖ്യമന്ത്രി അതിൽ പ്രതിക്കൂട്ടിലാണ്. കാരണം 2019 പൌരത്വ നിയമത്തിനെതിരായി നടത്തിയ പ്രതിഷേധത്തിൽ എടുത്ത കേസുകൾ പിൻവലിക്കാം എന്നുള്ള വാക്കു പാലിക്കാതെ BJPയുടെ കൂടെ കൂടി. ഒന്ന്, അപ്പൊ അത് മറച്ചുവെക്കാൻ വേണ്ടി. രണ്ട്, വിഷയം മുഴുവൻ മാറ്റണം, എല്ലാം പൌരത്വത്തിൽ മാത്രം നിർത്തണം. കേരളത്തിലെ സർക്കാരിനെതിരായിട്ടുള്ള ജനങ്ങളുടെ പ്രതിഷേധവും രോഷവും അമർഷവും അത് ഇന്ന് മറയിടണം. മൂന്നാമത്തെ കേസ് എന്താ? മൂന്നാമത്തെ കേസ് BJP CPM ബാന്ധവം മറച്ചുവെക്കണം. അതിനുവേണ്ടിയിട്ടാണ് ഇത് മാത്രം പറയുള്ളൂ, വേറൊന്നും പറയില്ല. മാസപ്പടി ചോദിച്ചാൽ നിങ്ങളോട് ചോദിക്കും നിങ്ങൾക്ക് ചെവി വെക്കാൻ പാടില്ലെന്ന് ചോദിക്കും. നിങ്ങളോട് ഏതെങ്കിലും ഒരു ഉത്തരത്തിന് മാസപ്പടിയെ പറ്റി ഒരു മറുപടി മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല, ഒരിക്കലും പറയില്ല, ഒരു ഉത്തരവും പറയില്ല. എല്ലാവരെയും വിമർശിച്ച് നടക്കുന്നത് പൊതുമരാമത്ത് മന്ത്രിയുണ്ട്. ഇന്നലെയും ആ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകളെ വിമർശിച്ചു, ഭയങ്കര വിമർശനമാണ്. പക്ഷെ മാസപ്പടി ചോദിച്ചാൽ നാവ് ഉപ്പിലിട്ട് വെച്ചേക്കാണ്, മിണ്ടില്ല, ഒന്നും പറയില്ല. ഒരു അഴിമതി ആരോപണത്തിനും മറുപടി പറയില്ല. അത് ഞങ്ങളല്ല പറയേണ്ടതെന്ന് പറയും. പിന്നെ ആരെ ഒടേ നമ്പരാനാണോ പറയേണ്ടത്? ഇവരല്ലാതെ അഴിമതി നടത്തിയവരല്ലേ പറയേണ്ടത്? ഞാനത് ഇന്നലെ പറഞ്ഞിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കഴുത്ത് ഞെരിച്ച് കൊല്ലുകയാണ് സർക്കാർ. രണ്ടാം ഗഡു കൊടുക്കേണ്ടത് ഓഗസ്റ്റിലായിരുന്നു, അത് കൊടുത്തത് ഡിസംബറിലാണ്. അത് മുഴുവൻ തുകയും കൊടുത്തില്ല. മാത്രമല്ല, കൊടുത്ത തുക ചെലവഴിക്കാൻ പറ്റിയില്ല, ട്രഷറിയിൽ ബാൻ വന്നു. 5 ലക്ഷത്തിന് മീതെ പറ്റില്ല, 50,000 മീതെ പറ്റില്ല, 1 ലക്ഷത്തിന് മീതെ പറ്റില്ല എന്ന് പറഞ്ഞു. ഡിസംബറിൽ കൊടുക്കേണ്ട മൂന്നാം ഗഡു കൊടുത്തിട്ടില്ല, ഇപ്പോഴാണ് കൊടുക്കുന്നത്. കൊടുക്കുന്നതിന് മുമ്പ് ട്രഷറിയിലെ ബാൻ വന്നു. അതായത് ഇനി ഒരു ചെക്കും 22-ാം തീയതിക്ക് ശേഷം കൊടുക്കണ്ട എന്ന് പറഞ്ഞ് 21-ാം തീയതി ഒരു ഉത്തരവിറക്കി. മാർച്ച് 21. ഞങ്ങളുടെ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ മാർച്ച് 31-ാം തീയതി അർദ്ധരാത്രി കഴിഞ്ഞിട്ട് പുലർച്ചെ വരെ ബില്ലുകൾ സ്വീകരിക്കും. ഇപ്പോൾ മാർച്ച് 21-ാം തീയതി ഉത്തരവിറക്കി, 22-ാം തീയതി കഴിഞ്ഞാൽ കൊടുക്കണ്ടെന്ന് പറയും, ഒരു ബില്ലും കൊടുക്കണ്ടെന്ന് പറയും. 22-ാം തീയതി ലോക്കൽ ബോഡി ഇത് ഓൺലൈനിലൂടെ ചെയ്യാൻ പോകുമ്പോൾ ഓൺലൈൻ സെർവർ തകരാറ്, തീർന്നല്ലോ. ആ സമയപരിധി കഴിയുമ്പോഴാണ് മൂന്നാം ഗഡു 1850 കോടി കൊടുത്തെന്ന് പറയുന്നത്. കൊടുത്തിട്ട് എന്താ കാര്യം? ചെക്ക് മാറുമോ? ചെക്ക് മാറുമോ? ഇത് മാർച്ച് 22-ാം തീയതിയാണ് മൂന്നാം ഗഡി. അത് കടലാസിലുള്ള അഡ്ജസ്റ്റ്മെന്റ് മാത്രമാണ്, ആ പൈസ ചെലവാവില്ല, പണം ചെലവാവില്ല. മാത്രമല്ല, ലോക്കൽ ബോഡികളുടെ തനത് ഫണ്ട് ട്രഷറിയിലേക്ക് നിക്ഷേപിക്കാൻ പറഞ്ഞു. എന്തടിസ്ഥാനത്തില്? സർക്കാരിന് എന്താ അധികാരം? അധികാര വികേന്ദ്രീകരണ നിയമം, പഞ്ചായത്ത് രാജ് നിയമവും നഗരപാലിക നിയമവും വന്നതിന് ശേഷം പഞ്ചായത്തുകളുടെ തനത് വരുമാനം ട്രഷറിയിൽ നിക്ഷേപിക്കാൻ വേണ്ടി ഉത്തരവിറക്കാൻ അല്ലെങ്കിൽ സർക്കുലർ ഇറക്കാൻ സർക്കാരിന് എന്ത് അധികാരം? സർക്കാരിന് അധികാരമില്ല. അതുകൊണ്ടാണ് UDF പഞ്ചായത്തുകളോട് കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരധികാരമില്ല. അപ്പോ ലോക്കൽ ബോഡിക്ക് 1/3 തുകയാണ് ആകെ കൊടുത്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ വർഷം. പണം കൊടുക്കുകയില്ല, അവരുടെ തനത് വരുമാനം അങ്ങോട്ടും കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. തിരിച്ച് ട്രഷറിയിൽ ഇടണം. ശമ്പളം കൊടുക്കാൻ കാശില്ല, അടുത്ത മാസത്തേക്ക് ഇലക്ഷനും അല്ലേ. ഇതാണ് സ്ഥിതി, കേരളത്തിന്റെ സ്ഥിതി ഇതാണ്. ദയനീയമായ സ്ഥിതിയാണ്, ഒരു കാലത്തും വരാത്ത സ്ഥിതിയാണ്. ഒരു വികസന പ്രവർത്തനം നടക്കുന്നില്ല. 15,000 കോടി രൂപയുടെ കോൺട്രാക്ടർമാർക്ക് കൊടുക്കാനുള്ളത്. പഞ്ചായത്തിലൊന്നും ഒരു കരാറുകാരൻ ഒരു കേസ് കൊടുക്കുന്നില്ല, ഒരു വർക്ക് കൊടുക്കുന്നില്ല, പൈസ കൊടുക്കാനില്ല. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ പൈസ കൊടുക്കാനില്ല, ഒറ്റ വർക്കിന്റെ പൈസ കൊടുക്കുന്നില്ല. ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ, ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ്, അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ നടക്കേണ്ട മാസമാണിത്. മാർച്ച് ഏപ്രിൽ മാസം, ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ. ഡിസംബറിലെ തുലാവർഷം കഴിഞ്ഞാൽ ഉള്ള 3-4 മാസമാണ്. ഇനിയിപ്പോ അടുത്ത മാസം വേനൽ മഴയാണ്. അപ്പൊ ഒരു വർഷത്തിലുള്ള 4 മാസമാണ് ഈ പ്രവർത്തികൾ നടത്തേണ്ട സമയം. ആ സമയത്ത്
ചെക്ക് മാറില്ല, പൈസ കൊടുക്കൂല, കോടിക്കണക്കിന് രൂപ കരാറുകാർക്ക് കൊടുക്കുക. എല്ലാ കരാറുകാരും ഓടിയെടുത്ത് ലോൺ എടുത്ത് കടബാധ്യതയിലും പ്രശ്നത്തിലാണ്. പണിയെടുക്കുന്നില്ല അവരാരും. ഞങ്ങളൊക്കെ ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ ജനങ്ങളോട് മറുപടി പറയേണ്ട ഉത്തരവാദിത്തമാണ്. ഒരു വർക്ക് കൊടുക്കുന്നില്ല. ഇതാണ് സ്ഥിതി, കേരളത്തിന്റെ സ്ഥിതി.